പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ഭരണകൂടത്തെ അട്ടിമറിക്കാനും നരേന്ദ്രമോദിയെ ഭരണത്തിൽ നിന്ന് പുറത്താക്കാനും ജനുവിനായി തുടങ്ങിയ വിദ്യാർത്ഥി പ്രക്ഷോഭത്തെ പലരെയും ഉപയോഗിച്ചുകൊണ്ട് ആസൂത്രിതമായിട്ടൊരു കലാപമാക്കി മാറ്റാനായിട്ടുള്ള ഒരു ശ്രമം നടന്നോ എന്ന സംശയം നമ്മുടെ എല്ലാം ഇടയിൽ ചർച്ചയായിട്ട് നിൽക്കുമ്പോഴാണ് ഇപ്പോൾ ഒരു വാർത്ത പുറത്തു വന്നിട്ടുണ്ട്. മെറ്റയുടെ, അതായത് ഫേസ്ബുക്ക്, ഇൻസ്റ്റഗ്രാം അടക്കമുള്ള, വാട്സപ്പ് അടക്കമുള്ള കമ്പനികളുടെ എല്ലാം മാതൃ കമ്പനി അഥവാ ഉടമസ്ഥാവകാശമുള്ള കമ്പനിയായ മെറ്റ ഗ്രൂപ്പിന്റെ ഇന്ത്യയുടെ തലവനെതിരെ ഇപ്പോൾ കേസ് എടുത്തിരിക്കുകയാണ്. അത് മാത്രമല്ല, ഈ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളിലെ ചില അക്കൗണ്ട് ഉടമകൾക്കെതിരെയും ഇപ്പോൾ ഹൈദരാബാദ് പോലീസ് കേസ് എടുത്തിരിക്കുകയാണ്. സമീപകാലത്ത് നടന്ന കോക്രോച്ച് ജനതാ പാർട്ടിയുടെ പ്രതിഷേധങ്ങൾക്കിടയിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്കെതിരെ അധിക്ഷേപകരമായ ഉള്ളടക്കങ്ങൾ പ്രചരിപ്പിച്ച സംഭവത്തിൽ മെറ്റ ഇന്ത്യൻ തലവൻ അരുൺ ശ്രീനിവാസ്, നിരവധി ഫേസ്ബുക്ക്, ഇൻസ്റ്റഗ്രാം അക്കൗണ്ട് ഉടമകൾ എന്നിവർക്കെതിരെ ഹൈദരാബാദ് സൈബർ ക്രൈം പോലീസ് കേസെടുത്തിരിക്കുകയാണ്. പ്രധാനമന്ത്രിയുടെ ചിത്രങ്ങളും വീഡിയോകളും വികൃതമാക്കിയതും AI സാങ്കേതിക വിദ്യ ഉപയോഗിച്ച് വ്യാജമായി നിർമ്മിച്ച ചിത്രങ്ങൾ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളിൽ പ്രചരിപ്പിച്ചതിനും അടക്കമുള്ള വിഷയങ്ങളിലാണ് ഇപ്പോൾ പരാതികൾ ഉണ്ടായതും കേസെടുത്തിരിക്കുന്നതും. BJP തെലങ്കാന സോഷ്യൽ മീഡിയ കമ്മിറ്റി അംഗം ടി സായി കിരൺ ഗൌഡ്, BJP പ്രവർത്തകനായിട്ടുള്ള S അരവിന്ദ് റെഡ്ഡി എന്നിവരാണ് പരാതി നൽകിയത്. ഭാരതീയ ന്യായ സംഹിതയിലെ സെക്ഷൻ 353(2), 336(4), വിവര സാങ്കേതിക വിദ്യ ആക്ടിലെ 66C, 67 എന്നീ വകുപ്പുകൾ പ്രകാരമാണ് കേസ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്. അക്കൗണ്ട് ഉടമകൾക്കൊപ്പം മെറ്റ ഇന്ത്യ മേധാവിയെയും കേസിൽ പ്രതിയായി ഉൾപ്പെടുത്തിയിരിക്കുകയാണ്. നീറ്റ് പരീക്ഷാ ചോദ്യപേപ്പർ ചോർച്ചയുമായി ബന്ധപ്പെട്ട വിദ്യാർത്ഥി പ്രക്ഷോഭങ്ങളുടെ മറവിൽ നടത്തിയ പ്രതിഷേധം അക്രമാസക്തമാവുക പോലും ചെയ്തു. ഭരണകൂടത്തെ അട്ടിമറിക്കാൻ പോലും ഒരു ഘട്ടത്തിൽ ഈ സമരത്തിന്റെ മുന്നിൽ നിന്നവർ ശ്രമിച്ചു എന്ന് നിസ്സംശയം പറയേണ്ടി വരും. അതിനിടയിലാണ് സോഷ്യൽ മീഡിയയിലൂടെ വ്യാജ പ്രചാരണങ്ങളും പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ മോർഫ് ചെയ്ത വീഡിയോകളും ചിത്രങ്ങളും AI വീഡിയോകളും ഒക്കെ വ്യാപകമായിട്ട് പ്രചരിപ്പിച്ചത്. പ്രധാനമന്ത്രിക്കെതിരെ അസഭ്യ വർഷം നടത്തുക, കൊലവിളി നടത്തുക, വധഭീഷണി മുഴക്കുക, അങ്ങനെ നിരവധി പ്രവർത്തികളാണ് ഈ സമയത്ത് നടന്നത്. ഇവർക്കെല്ലാം എതിരെ ഒരു സൈഡിൽ കൂടി നടപടികൾ തുടങ്ങിയിരിക്കുകയാണ്. ഓൾമോസ്റ്റ് എല്ലാ സ്റ്റേറ്റിലും നടപടികൾ നടക്കുന്നുണ്ട്. അതിന്റെ ഭാഗമായിട്ടാണ് ഹൈദരാബാദിലും ഇപ്പോൾ ഇത് സംബന്ധിക്കുന്ന കേസുകൾ ഉണ്ടായതും നടപടികളിലേക്ക് കടന്നിരിക്കുന്നതും. നീറ്റ് വിഷയത്തിൽ പ്രധാനമന്ത്രി ജൂലൈ 23 പങ്കുവച്ച ഒരു ഔദ്യോഗിക വീഡിയോ ഫേസ്ബുക്കിൽ നിന്ന് നീക്കം ചെയ്തത് വലിയ വിവാദമായി. പ്രധാനമന്ത്രി വളരെ രൂക്ഷമായ ഒരു കലാപ സാഹചര്യം പോലുള്ള ഒരു പ്രക്ഷോഭം നടക്കുന്ന സമയത്ത് പ്രധാനമന്ത്രി തനിക്ക് പറയാനുള്ള കാര്യങ്ങൾ വിദ്യാർത്ഥികളോടും ജനങ്ങളോടും ഒരു വീഡിയോയിലൂടെ പറയാണ്. പെട്ടെന്ന് ആ വീഡിയോയ്ക്ക് സാങ്കേതിക തകരാറ് സംഭവിച്ചു. AI പ്രശ്നം കാരണം ആ വീഡിയോ നീക്കം ചെയ്യുകയാണ് കുറേയേറെ സമയത്തേക്ക് തന്നെ. അതായത് പ്രധാനമന്ത്രി പറയുന്നത് വിദ്യാർത്ഥികൾക്കും ജനങ്ങൾക്കും ഇടയിലേക്ക് എത്തരുത് എന്ന ഉദ്ദേശത്തോടെ ചെയ്തതുപോലെ തോന്നിപ്പിക്കുന്ന വിധമാണ് ആ സംഭവം ഉണ്ടായിരിക്കുന്നത്. മെറ്റ ഇതിന് പറയുന്ന വിശദീകരണം എന്ന് പറയുന്നത് AI ഫിൽറ്ററിംഗ് തകരാറ് മൂലം തെറ്റായി നീക്കം ചെയ്തു എന്നാണ്. എന്നാൽ ഇത് അപ്പാടെ വിഴുങ്ങാൻ കേന്ദ്ര സർക്കാർ തയ്യാറല്ല എന്നതാണ് വസ്തുത. ഈ വിഷയത്തിൽ കേന്ദ്ര IT മന്ത്രാലയം മെറ്റ പ്രതിനിധികളെ വിളിച്ചു വരുത്തുകയും മെറ്റ സംഭവത്തിൽ മാപ്പ് അപേക്ഷിക്കുകയും ഒക്കെ ചെയ്തിട്ടുണ്ട്. ഭാവിയിൽ പ്രധാന വ്യക്തികളുടെ അക്കൗണ്ടുകളിൽ നിന്നുള്ള പോസ്റ്റുകൾ നീക്കം ചെയ്യുന്നതിന് മുൻപ് മുതിർന്ന 2 ഉദ്യോഗസ്ഥർ പരിശോധിച്ച് ഉറപ്പുവരുത്തുന്ന സംവിധാനം കൊണ്ടുവരാമെന്നൊക്കെയാണ് ഇപ്പോൾ മെറ്റ നൽകിയിരിക്കുന്ന ഉറപ്പ്. എന്ന് പറഞ്ഞ് മെറ്റയെ അങ്ങനെ വെറുതെ വിടാൻ ഇപ്പോൾ ഇന്ത്യ ഉദ്ദേശിക്കുന്നില്ല എന്നാണ് തോന്നുന്നത്. ലോകത്ത് പലയിടങ്ങളിലും കലാപങ്ങളും റെജീം ചേഞ്ചും ഒക്കെ ഉണ്ടായ സമയത്ത് സോഷ്യൽ മീഡിയയെ വ്യാപകമായിട്ട് അവിടെ ദുരുപയോഗം ചെയ്തിട്ടുണ്ട്. സോഷ്യൽ മീഡിയയിലൂടെ വ്യാജ വാർത്തകൾ, പ്രചാരണങ്ങൾ, ദൃശ്യങ്ങൾ, ചിത്രങ്ങൾ എന്നിവ പ്രചരിപ്പിച്ച് യുവാക്കൾക്കുള്ളിൽ വികാരം ആളിക്കത്തിച്ച് അവരെ തെരുവുകളിൽ ഇറക്കി പ്രതിഷേധങ്ങൾ ഉണ്ടാക്കി, കലാപങ്ങൾ ഉണ്ടാക്കിയാണ് പലയിടങ്ങളിലും ഭരണകൂടങ്ങളെ അട്ടിമറിച്ചിട്ടുള്ളത്. അതേ മാതൃക പല നാളുകളായിട്ട് ഇന്ത്യയിൽ പയറ്റി നോക്കാൻ പല സമയങ്ങളിൽ ശ്രമിച്ചിട്ടുണ്ട്. എന്നാൽ ഏറ്റവും ഒടുവിലത്തെ മൂവ്മെന്റ് ആയിരുന്നു കോക്രോച്ച് ജനതാ പാർട്ടി. ഞാൻ ഇപ്പോഴും ശ്രദ്ധിക്കുന്നുണ്ട്. അതായത് ആ കോക്രോച്ച് ജനതാ പാർട്ടിയിൽ ആ ഒരു പയ്യനുണ്ടല്ലോ, ഇപ്പൊ കങ്കണ റാവത്തിനെതിരെയൊക്കെ ചൊറിഞ്ഞുകൊണ്ട് വന്നിരിക്കുന്ന ഒരു പയ്യൻ, സൗരവ് ദാസ്. അദ്ദേഹം മാധ്യമങ്ങളെ കണ്ട സമയത്ത് അയാൾ പറഞ്ഞൊരു വീഡിയോ ദൃശ്യം ഞാൻ കണ്ടതാണ്. ഇതോടെ തീർന്നു, മോദി ഇതോടെ തീർന്നു, മോദിയെ താങ്ങി നടക്കുന്നവർക്കെല്ലാം പണി കിട്ടും, മാധ്യമങ്ങൾ നിങ്ങളെ വെറുതെ വിടില്ല, നിങ്ങളും ഓർത്തോ, നിങ്ങൾ മോദിക്ക് അനുകൂലമായിട്ട് സംസാരിക്കുമ്പോൾ നിങ്ങളും ഓർത്തോ, മോദിയുടെ കാലം ഇതോടെ തീർന്നു, മോഡി ഇനി അധിക കാലം ഭരണത്തിൽ ഉണ്ടാവില്ല എന്നതടക്കം ശരിക്കും പറഞ്ഞാൽ മോഡിയെ താഴെ ഇറക്കിയിട്ടേ സമരം അവസാനിപ്പിക്കൂ എന്ന തരത്തിൽ മോദി തീർന്നു എന്ന് ഉറപ്പിച്ചുകൊണ്ടാണ് അയാൾ സംസാരിക്കുന്നത്.
മാത്രമല്ല മോഡിയെ സപ്പോർട്ട് ചെയ്യുന്നു എന്ന് പറഞ്ഞ് മാധ്യമങ്ങൾക്കെതിരെ അയാൾ ഭയങ്കരമായിട്ട് ഒരു ഭീഷണിയുടെ സ്വരത്തിൽ സംസാരിക്കുകയാണ്. നമ്മുടെ കേരളത്തിലെ മാധ്യമങ്ങൾക്കൊന്നും അതിലൊരു കുഴപ്പവും കാണില്ല കേട്ടോ. കാരണം പറയുന്നത് കേന്ദ്രത്തിലുള്ള അല്ലെങ്കിൽ ദേശീയ മാധ്യമങ്ങളാണല്ലോ. ദേശീയ മാധ്യമങ്ങളെ ഇവര് ഗോദി മീഡിയ എന്ന് പറഞ്ഞൊരു ചാപ്പ കുത്തി അങ്ങ് നിർത്തിയിട്ടുണ്ട്. ഈ മാധ്യമങ്ങളുടെ ഇരട്ടത്താപ്പം എന്ന് പറഞ്ഞാൽ ഭയങ്കരമാണ്. കാരണം ഈ മാധ്യമങ്ങൾ സ്വയം അവരെ മറ്റേ ഹോളി കൗ ആയിട്ടാണ് വിശ്വസിക്കുന്നത്. അവരെന്തോ വലിയ ദൈവികമായ മറ്റേ മാങ്ങാത്തൊലിയാണെന്നാണ് അവർ കരുതുന്നത്. യഥാർത്ഥത്തിൽ ഈ മാധ്യമങ്ങൾ എന്ന് പറയുന്നത് കോർപ്പറേറ്റ് കമ്പനികൾ തന്നെയാണ്. അത് കേരളത്തിലായാലും ശരി, അങ്ങ് കേന്ദ്രത്തിലായാലും ശരി. ചില ഏതോ മാധ്യമ സ്ഥാപനങ്ങളിൽ അദാനിക്ക് ഇൻവെസ്റ്റ്മെന്റ് ഉണ്ട്, അംബാനിക്ക് ഇൻവെസ്റ്റ്മെന്റ് ഉണ്ടെന്നൊക്കെ പറഞ്ഞ് ഇവിടെ കേരളത്തിൽ കടന്ന് തള്ളുന്നവർ മനസ്സിലാക്കേണ്ടത് മരമുറി കേസിൽ അകത്ത് പോയവരും അല്ലെങ്കിൽ ഇവിടെയുള്ള വലിയ വമ്പന്മാരും ഒക്കെ തന്നെയാണ് നമ്മുടെ ഇവിടുത്തെ മാധ്യമങ്ങളിൽ ഇൻവെസ്റ്റ് ചെയ്തിരിക്കുന്നത്. അല്ലാതെ മാധ്യമങ്ങൾക്ക് ഇവിടെ നിന്നാണ് ഫണ്ട്? മാധ്യമങ്ങൾ ആരാണ് ഭരിക്കുന്നത് എന്ന് അന്വേഷിച്ച് പോയി കഴിഞ്ഞാൽ നമ്മൾ ഞെട്ടിപ്പോവും. മാധ്യമങ്ങൾക്ക് എങ്ങനെയാണ് വരുമാനം കിട്ടുന്നത്? മാധ്യമങ്ങൾക്ക് പരസ്യങ്ങളിലൂടെയാണ് വരുമാനം കിട്ടുന്നത്. പരസ്യങ്ങൾ ആരാണ് കൊടുക്കുന്നത്? ഈ രാജ്യത്തെ വമ്പൻ കമ്പനികളാണ്, വമ്പൻ മുതലാളിമാരാണ്. മാധ്യമങ്ങളുടെ ഉടമസ്ഥരാരാണ്? മുതലാളിമാരാണ്. അപ്പൊ അതുകൊണ്ട് ഈ മാധ്യമങ്ങൾ മറ്റേ ഹോളി പശു ആണെന്നുള്ള രീതിയിലുള്ള ഒരു ചിന്താഗതിയൊന്നും ആവശ്യമില്ല. മാധ്യമങ്ങൾക്ക് അവരുടേതായ അജണ്ടകളുണ്ട്. അപ്പൊ ഈ മോദിയെ സപ്പോർട്ട് ചെയ്യുന്ന ഏതെങ്കിലും മാധ്യമങ്ങൾ ഉണ്ടെങ്കിൽ അത് ഗോദി മീഡിയ ആണെന്നുണ്ടെങ്കിൽ ഇല്ലാത്ത മാധ്യമങ്ങളെ ട്രീ മീഡിയ എന്നോ ട്രീ മുറി മീഡിയ എന്നോ ഒക്കെ നമുക്ക് വിളിക്കാം. പലതരം മീഡിയകളുണ്ട് നമ്മുടെ നാട്ടിൽ. അപ്പൊ അതുകൊണ്ട് കേരളത്തിലെ മാധ്യമങ്ങളെ സംബന്ധിച്ചിടത്തോളം ഈ സൗരവ് ദാസ് ദേശീയ മാധ്യമങ്ങളുടെ മേൽ ഒരു ഭീഷണി മുഴക്കിയപ്പോൾ അവർക്കതൊരു വലിയ വാർത്തയല്ല. ഇവിടെ ഒന്നും ഞാൻ ഒരു വാർത്തയായിട്ട് പോലും അത് കണ്ടിട്ടില്ല. അപ്പോൾ ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം, ഇവരെ ശ്രമിച്ചത് ഒരു ബംഗ്ലാദേശ് മോഡലായിരുന്നു. നിങ്ങൾ ഓർക്കുന്നുണ്ടാവും, ഒരു പെൺകുട്ടി ഒരു പോലീസ് വാഹനത്തിനെ എങ്ങനെ കൈകൊണ്ട് തള്ളി നിൽക്കുന്ന ഒരു ചിത്രവും വീഡിയോയും ഭയങ്കരമായിട്ട് വൈറലായി. സെയിം സാധനം ബംഗ്ലാദേശിൽ നമ്മൾ കണ്ടതാണ്. അതേപോലെ, അതായത് ഇതിന്റെ എല്ലാം സ്ക്രിപ്റ്റ് ഒന്നാണ്. അതാണ് ഇതിനകത്ത് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ചില കൊറിയൻ സീരീസുകൾ തന്നെ മലയാളത്തിലും ഹിന്ദിയിലും ഇംഗ്ലീഷിലും ചൈനീസിലും പല ഭാഷകളിലും വരും. ഇതിലെ കഥാപാത്രങ്ങൾ, അതായത് കഥാപാത്രങ്ങൾ മാറും, ആളുകൾ മാറും, നടന്മാരും നടിമാരും മാറും, അതിലെ മ്യൂസിക്കും ബാക്ക്ഗ്രൗണ്ടും ഒക്കെ ചിലപ്പോൾ മാറും. പക്ഷെ സ്റ്റോറി ഒന്നായിരിക്കും എന്ന് പറയുന്ന പോലെ അത് ബംഗ്ലാദേശിലായിരുന്നു, ഇത് ഇന്ത്യയിലാണെന്ന് മാത്രമേ ഉള്ളൂ. വേറൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ, ബംഗ്ലാദേശിൽ ഈ കലാപം ഉണ്ടായത് ഏത് കാലത്തെന്നറിയാമോ? ജൂലൈ മാസത്തിലാണ്. അത് ജൂലൈ റവല്യൂഷൻ എന്ന മറ്റുമാണ് അറിയപ്പെടുന്നത് ബംഗ്ലാദേശിൽ. അതുപോലൊരു ജൂലൈ മാസത്തിലാണ്, കോയിൻസിഡൻസ് ആയിരിക്കാം കേട്ടോ, ഇന്ത്യയിലും ഉണ്ടായത്. അപ്പൊ എന്തായാലും ഈ ഇൻസ്പയർ ആയിക്കൊണ്ട്, ബംഗ്ലാദേശിനെ ഇൻസ്പയർ ആയിക്കൊണ്ടൊക്കെ ഇവിടെ പല കളികളും പലരും കളിക്കാൻ ശ്രമിച്ചു. പിന്നെ ഈ സമയത്ത്, ഈ കലാപ അന്തരീക്ഷം പോലുള്ള ഒരു സമയത്ത് പ്രധാനമന്ത്രി ഇനി ഉണ്ടാവില്ല, ഇതോടെ കഴിഞ്ഞല്ലോ, മോദിയുടെ ഭരണം ഇതോടെ തീർന്നു എന്ന് വിശ്വസിച്ചിട്ട് കുറെ ആളുകൾ മോദിയെക്കുറിച്ച് ഉള്ളിൽ അവർക്ക് കുറെ വെറുപ്പും വിദ്വേഷവും ഒക്കെ ഉണ്ടായിരുന്നു. ഇത്രയും കാലം നിയമത്തിനോടുള്ള ഭയം കാരണം പറയാതിരുന്നു. മോദി ഇതോടെ തീർന്നു എന്ന് കരുതിയിട്ട് ജെൻസി കലാപമാണ്, ബംഗ്ലാദേശ് മോഡലാണ് ഇന്ത്യയിലും വരുന്നതെന്ന് വിശ്വസിച്ചിട്ട് കുറെ ആളുകൾ അവരുടെ ഉള്ളിൽ കിടന്ന വെറുപ്പും വിദ്വേഷവും ഒക്കെ വെളിയിലോട്ടെടുത്തു. നരേന്ദ്രമോദിയോട് അവർക്ക് തോന്നിയിരുന്ന ദേഷ്യമെല്ലാം തെറിവിളികളിലൂടെയും അസഭ്യം പറച്ചിലൂടെയും അതുപോലെ മോശമായ വീഡിയോ ചിത്രീകരണത്തിലൂടെയും ഒക്കെ അവർ വെളി കാണിച്ചു. അവരെയാണ് ഇപ്പോൾ പോലീസ് പിന്തുടർന്ന് പിടികൂടുന്നത്. അവർക്കെതിരെയാണ് ഇപ്പോൾ നടപടികൾ നടക്കുന്നത് എന്നതാണ് നമുക്ക് മനസ്സിലാക്കാനായിട്ട് കഴിയുന്നത്. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം.